മഹാത്മാക്കളായ ആളുകളെ സഹായത്തിന് വേണ്ടി വിളിക്കുന്ന സമയത്തും അവരുടെ വിശ്വാസം എന്ന് പറയുന്നത് ഈ പറഞ്ഞ രൂപത്തിലല്ല, മറിച്ച് അല്ലാഹു തആല അവൻ ഖാലിഖാണ്, അവനേ ഇലാഹുള്ളൂ. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. അല്ലാഹു തആല അവൻ മാത്രമാണ് ഇലാഹ്. ആരാധിക്കപ്പെടാൻ അർഹതപ്പെട്ടവൻ വേറെ ഒരാളില്ല, ആരാധന അവകാശപ്പെടാൻ പറ്റിയവൻ വേറെ ഒരാളില്ല. ഇബാദത്ത് അവന് മാത്രമേ സമർപ്പിക്കാൻ പാടുള്ളൂ. ഇലാഹ് അവൻ മാത്രമാണ് എന്ന് വിശ്വസിക്കുകയും അത് പ്രഖ്യാപിക്കുകയും ആ വിശ്വാസം പ്രചരിപ്പിക്കുകയും മുഹമ്മദുർ റസൂലുള്ളാഹ് അല്ലാഹുവിന്റെ ദൂതനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് വിശ്വസിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ആളുകളാണ് സുന്നികളായ ആളുകൾ. ആരിൽ നിന്ന് എന്ത് സഹായം ലഭിച്ചാലും അത് സാധാരണയായിരുന്നാലും അസാധാരണയായിരുന്നാലും അത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നൽകുന്ന കഴിവ് മുഖേന നമുക്ക് ലഭിച്ചതാണ്. ഇവിടെ അല്ലാഹുവിനെ മാറ്റിവെക്കുക എന്ന ഒന്ന് ഇല്ല എന്ന നിലയിൽ മഹാത്മാക്കളെ സമീപിക്കുമ്പോൾ അത് ശിർക്കാണ് എന്നോ അത് കുഫ്റാണ് എന്നോ അത് ബിദ്അത്താണ് എന്നോ അത് ഹറാമാണ് എന്നോ അത് കറാഹത്താണ് എന്നോ പരിശുദ്ധ ഖുർആനിൽ എവിടെയും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല, നമുക്ക് കഴിയുകയില്ല. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നേരെ മറിച്ച് സാധാരണയ്ക്ക് വിരുദ്ധമായ അസാധാരണങ്ങളായ വിഷയങ്ങളിൽ അല്ലാഹുവിന്റെ മഹാന്മാരെ സമീപിച്ച എന്നിട്ട് ഉത്തരം ലഭിച്ച എത്രയെങ്കിലും സംഭവങ്ങൾ പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. അവിടെയൊന്നും പരിശുദ്ധ ഖുർആൻ ഇത് തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ടല്ല, ഇത് ശിർക്കാണെന്ന് പറഞ്ഞുകൊണ്ടല്ല ആ വിഷയം നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഉദാഹരണമായി പറഞ്ഞാൽ മഹാനായ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാം, ആ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അരികിൽ ജനങ്ങൾ വരികയാണ്. എന്തിനാണ് വരുന്നത്? വിപൽ ഘട്ടത്തിലാണ്, പ്രതിസന്ധി ഘട്ടത്തിലാണ്. പ്രതിസന്ധി ഘട്ടം, വെള്ളമില്ല, കുളങ്ങൾ വറ്റിപ്പോയി, കിണറുകൾ വറ്റിപ്പോയി, മഴ പെയ്യുന്നില്ല, തോടുകളിൽ വെള്ളമില്ല. അങ്ങനെ വെള്ളത്തിന്റെ ഒരു വലിയ പ്രതിസന്ധി നേരിടുന്ന സമയം. ആ സമയത്ത് മഹാനായ പ്രവാചകൻ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അരികിൽ ജനങ്ങൾ വരികയാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അരികിൽ ഒരു കിണർ കുഴിച്ച് സാധാരണയിൽ നമുക്ക് അറിയാവുന്ന ഒരു മാർഗത്തിലൂടെ വെള്ളം നേടിത്തരാൻ വേണ്ടി പറയാനാണോ ആ ജനങ്ങൾ വരുന്നത്? അതിന് മൂസാ നബിയാകുന്ന നേതാവിന്റെ അടുത്ത് ജനങ്ങൾ വരൂലല്ലോ, അത് അനുയായികളായ അവർ തന്നെ നിർവഹിക്കുകയല്ലേ ചെയ്യുക. അങ്ങനെ കിണർ കുഴിച്ചും കുളം കുഴിച്ചും ഞങ്ങൾ കണ്ട തോടുകളൊന്നും ഞങ്ങൾക്ക് വെള്ളം കിട്ടുന്നില്ല, ഇതൊരു വിപൽ ഘട്ടമാണ്, ഇതൊരു പ്രതിസന്ധി ഘട്ടമാണ്, ഞങ്ങൾക്ക് വെള്ളം വേണം. ഈ നിലയിലാണ് മഹാനായ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അരികിൽ ആ ജനങ്ങൾ വരുന്നത്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് വെള്ളം ചോദിക്കുന്നത് അല്ലേ? ആ സമയത്ത് എന്താ അള്ളാഹുവിന്റെ നിർദ്ദേശം? മൂസാ നബിയെ മറഞ്ഞ മാർഗത്തിലൂടെയുള്ള സഹായം ചോദിച്ചുകൊണ്ടാണ് ഈ ജനങ്ങൾ നിങ്ങളെ അടുത്ത് വന്നത്, അതുകൊണ്ട് അവർക്ക് മുശ്രിക്കുകളാണ് കേട്ടോ എന്നാണോ? അല്ല, മറഞ്ഞ മാർഗത്തിൽ കാരണം എന്താണ് എന്ന് അറിയാത്ത രൂപത്തിലുള്ള സഹായം ചോദിച്ചുകൊണ്ടല്ലേ അവരിപ്പോ വന്നത്. അതുകൊണ്ട് ഇസ്ലാമിന്റെ പുറത്തുപോയവര് എന്ന് അള്ളാഹു നിർദ്ദേശം നൽകിയോ? ഇല്ല. പിന്നെ എന്താ അള്ളാഹുവോട് നൽകുന്ന നിർദ്ദേശം? വഅൗഹൈനാ ഇലാ മൂസാ ഇസ്തസ്ഖാഹു ഖൗമുഹു അൻ യദ്രിബ് ബിഅസാകൽ ഹജർ ഫംബജസത് മിൻഹു 12 ഐനാ ഖദ് അലിമ കുല്ലു ഉനാസിൻ മശ്റബഹും വളല്ലൽനാ അലൈഹിമുൽ ഗമാമ വഅൻസൽനാ അലൈഹിമുൽ മന്ന വസ്സൽവാ. പരിശുദ്ധ ഖുർആൻ ആ സംഭവം വിശദീകരിച്ചുകൊണ്ട് നമ്മെ പഠിപ്പിക്കുകയാണ്. വഅൗഹൈനാ ഇലാ മൂസാ, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് നാം വഹയി നൽകി, നാം സന്ദേശം നൽകി. എന്താണ് സന്ദേശം? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജനത മൂസ നബിയോട് വെള്ളം ചോദിച്ച സന്ദർഭത്തിൽ വെള്ളം ചോദിക്കുകയാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട്. എങ്ങനെ വെള്ളം? സാധാരണ നിലയിലാണോ? അല്ല. അവർക്ക് കാരണം അറിയോ? ഇല്ല. അവർക്ക് കാര്യം അറിയോ? ഇല്ല. ആ രൂപത്തിലാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ചോദിക്കുന്നത്. സാധാരണ നിലയിലാണെങ്കിൽ അവർക്ക് തന്നെ ഇത്രയും കാലം ഏത് രൂപത്തിലാണോ അവർ വെള്ളം കണ്ടെത്തിയത് അതേ രൂപത്തിൽ അവർ കാണുമായിരുന്നു. ഇപ്പൊ മൂസാ നബിയോട് പ്രത്യേകിച്ച് ചോദിക്കുന്നതിൽ പ്രത്യേകതയൊന്നുമില്ല. അപ്പൊ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഈ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ രൂപത്തിൽ സഹായം ചോദിച്ചുകൊണ്ട് ആ ജനങ്ങൾ വന്നപ്പോ അല്ലാഹുവിന്റെ നിർദ്ദേശം എന്താ? അനിദ്രിബ് അസാകൽ ഹജർ, നിങ്ങളുടെ കയ്യിലുള്ള വടി, നിലത്തിട്ടാൽ പാമ്പാകുന്ന വടി, ആ വടി കൊണ്ട് നിങ്ങൾ ആ പാറക്കല്ലിനങ്ങ് അടിച്ചുകൊള്ളുക. ഇതാണ് അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള നിർദ്ദേശം. അടിക്കുന്നു. അടിച്ചപ്പോൾ പ്രതികരണം ഉണ്ടായി.
ഉണ്ടായോ? പ്രതികരണമുണ്ടായി. ആ 12 പാറയിൽ 12 പൊട്ടുകൾ വീഴുകയും ആ 12 പൊട്ടുകളിലൂടെ ആ വിള്ളലുകളിലൂടെ വെള്ളം ഒഴുകുകയും ഓരോ സിബത്തുകളും അവർ എവിടെ നിന്നാണോ വെള്ളമെടുക്കേണ്ടതെന്ന് മനസ്സിലാക്കുകയും അവർ വെള്ളമെടുത്തു കൊണ്ടുപോവുകയും ഉപയോഗിക്കുകയും ചെയ്തുവെന്ന് വിശുദ്ധ ഖുർആൻ അതിന്റെ വ്യാഖ്യാനങ്ങളും നമ്മെ പഠിപ്പിക്കുന്നുവെങ്കിൽ സഹോദരന്മാരെ, നമുക്കറിയോ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വടികൊണ്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ പാറയിലടിച്ചപ്പോ ഇന്ന കാരണത്താലാണ് ആ പാറ പൊട്ടിപ്പിളർന്നത്, വെള്ളം ഒഴുകിയത് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? കാരണം പറയാൻ പറ്റുമോ? കാരണം നമുക്ക് പറയാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ ഇന്ന് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്താ? ലോകം ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയ പ്രതിസന്ധികളിൽ ഒന്നാണ് നമ്മൾ ഇന്നത്തെ ഈ ആധുനിക സമൂഹത്തിന്റെ ഏറ്റവും വലിയ യുദ്ധം എന്ന് പറഞ്ഞാൽ അത് ജലത്തിനു വേണ്ടിയുള്ള യുദ്ധമാണ്, വെള്ളത്തിന് വേണ്ടിയുള്ള യുദ്ധമല്ലേ? ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ യുദ്ധം എന്ന് പറയുന്നത് ആ രൂപത്തിലേക്ക് ലോകം എത്തുകയാണ്, അല്ലേ? വെള്ളത്തിനു വേണ്ടിയുള്ള സമരങ്ങൾ. എന്നാൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ വടി കൊണ്ട് എങ്ങനെയാണ് അവിടെ അടിച്ചു വെള്ളം കൊടുത്തത് എന്ന് നമുക്ക് പരിചയമുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ ഈ കുടിവെള്ള പ്രശ്നമൊക്കെ പരിഹരിക്കാൻ എന്ത് എളുപ്പമാണ്. നമ്മുടെ ഗവൺമെന്റ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉപയോഗിച്ച ആ വടി, അതിന് സമാനമായ കുറെ വടികൾ ഏതെങ്കിലും ഒരു കമ്പനിക്ക് അതിന് മൊത്തമായി അവർക്ക് അത് വിപണിയിലെത്തിക്കാൻ വേണ്ടി നിർദ്ദേശം നൽകിയാൽ മതി. എന്നിട്ട് നമ്മുടെ ഓരോ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ കയ്യിലും ഓരോ വടി കൊടുത്താൽ പോരെ? ഓരോ വടി കൊടുത്താൽ പോരെ? ഇവിടെ പ്രശ്നം പരിഹരിച്ചില്ലേ? എവിടെയാ കുടിവെള്ള പ്രശ്നമുള്ളത്? അവിടെ ഒരു പാറ കാണുക, എന്നിട്ട് ആ പാറയിൽ പോയി അടിക്കുക, ആ നാട്ടുകാർ മുഴുവൻ വെള്ളം കുടിക്കുക. കഴിയോ? അങ്ങനെ ഒരു വടി കണ്ടുപിടിക്കാൻ കഴിയോ? എന്താണ് ഇതിന്റെ രഹസ്യം എന്ന് പറയാൻ കഴിയോ? ശാസ്ത്രം എത്ര പുരോഗമിച്ചാലും കഴിയോ? ഇല്ല. കാര്യം അറിയുന്നില്ല, കാരണം എന്താണെന്ന് മനസ്സിലാകുന്നില്ല. ആ രൂപത്തിലാണ് അവിടെ വെള്ളം നൽകുന്നത്. ആ രൂപത്തിൽ അദൃശ്യമായ കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറത്തുള്ള ഒരു വിഷയത്തിലൂടെ വെള്ളം അവർക്ക് കൊടുക്കാനായി അവരറിയില്ല ഏത് കാരണത്തിലൂടെയാണ് എന്ന്. അങ്ങനെ സാധാരണഗതിയിലല്ല. സാധാരണഗതിയിലാണെങ്കിൽ അവർ തന്നെ അതിന് മുതിരുന്നതാണ്. അതിന്റെ സാഹചര്യങ്ങൾ നിലച്ചു പോയതിന്റെ പേരിലാണല്ലോ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമാകുന്ന നേതാവിനെ അവർ സമീപിക്കുന്നത്. അപ്പോൾ അല്ലാഹു നൽകുന്നതും അസാധാരണ വഴിയിലൂടെ അവരെ സഹായിച്ചോളൂ മൂസാ. അല്ലാഹുവിന്റെ നിർദ്ദേശമാണ്. കണ്ടോ? അപ്പോ മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സമീപിക്കുകയാണ് അവർ അസാധാരണമായ വഴിയിലൂടെയുള്ള കാരണത്തെ ആ വഴിയിലൂടെ വെള്ളം ലഭിക്കണമെന്ന് ചിന്തിച്ചുകൊണ്ട് തന്നെ അവർക്കറിയില്ല, സാധാരണ നിലയിലല്ല. അങ്ങനെ അവർ ചോദിക്കുന്നു. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അസാധാരണമായ വഴിയിൽ അവർക്ക് വെള്ളം കൊടുക്കുന്നു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒരു നിർദ്ദേശം നൽകുന്നു. വിശുദ്ധ ഖുർആൻ നമ്മുടെ മുന്നിൽ അത് പഠിപ്പിക്കുന്നു. എവിടെയെങ്കിലും ശിർക്കുണ്ടോ? ശിർക്കുണ്ടെങ്കിൽ തൗഹീദ് പഠിപ്പിക്കുന്ന ഖുർആൻ അതല്ലേ തിരുത്തുക? ഈ ചെയ്ത് തെറ്റായിപ്പോയെന്നല്ലേ ഖുർആൻ പറയുക? പരിശുദ്ധ ഖുർആൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? നമ്മൾ അങ്ങനെ കാണുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ ജീവിച്ചിരിക്കുന്ന ഒരു മഹാനോട്, ഒരു പ്രവാചകനോട് ജനങ്ങൾ വിബൽ ഘട്ടത്തിൽ, പ്രതിസന്ധി ഘട്ടത്തിൽ, മുജാഹിദുകൾ പറയാറുള്ളത് വിബൽ ഘട്ടത്തിൽ നമ്മൾ ഒരാളോട് സഹായം ചോദിച്ചാൽ അയാൾ ഇലാഹാക്കലായി. അങ്ങനെ ഇലാഹാക്കൽ